കോൺഗ്രസിൽ മൊത്തത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഉടലെടുത്തിരിക്കുകയാണ്. കെ.സി ഉന്നയിക്കുന്നു, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, പലരും അവരുടെ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരായിരിക്കും കേരള മുഖ്യമന്ത്രി? ആർക്കാണ് കൂടുതൽ സാധ്യത? ഞാൻ ഈ സാധ്യത പ്രവചനാത്മകമൊന്നുമല്ല, ഞാൻ പ്രവാചകനുമല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ല, ആദ്യത്തെ കടമ്പ നമുക്ക് കടക്കണം. മെയ് 4-ാം തീയതി എന്നുവെച്ചാൽ UDF ഭൂരിപക്ഷം കിട്ടണം. അത് ഏകദേശം ഉറപ്പാണ്. അല്ല, അത് ഞാനിപ്പോ അതൊന്നും പറയില്ല, വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ലേ ഞാനിത് പറയുള്ളൂ. കിട്ടുന്നുള്ള സാധ്യത ഞാനും കാണുന്നുണ്ട് പൊതുവെ. കാരണം LDF തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ AKG സെന്റർ മൊത്തം നിശബ്ദമാണ്. അല്ല, അത് മാത്രമല്ല, അതിന്റെ ഞാൻ ആ ലക്ഷണങ്ങൾ മാത്രമല്ല, വോട്ട് എണ്ണി കഴിയട്ടെ എന്നിട്ട് നമുക്ക് പറയാം. ഇനി ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് നോക്കിയാൽ 2-3 സെനേറിയോ ഉണ്ട്. ഒന്നല്ല, ഉദാഹരണത്തിന് കോൺഗ്രസിന് ഇവർ പറയുന്ന പോലെ ഒരു 80-85 സീറ്റ് താഴെ, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു 85 സീറ്റിൽ താഴെ പറയുന്ന ആണ് വരുന്നതെങ്കിൽ കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും ഒരുപാട്. കാരണം വിവിധ കക്ഷികളെ കൂടെ കൊണ്ടുപോകണം, അതിനകത്ത് കോൺഗ്രസിനകത്തുള്ള വിവിധ ഗ്രൂപ്പുകളെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ മുൻപോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് 100 സതീശൻ പറയുന്ന പോലെ 100, 95, 100 ഒക്കെ എത്തിച്ചാൽ 100 എത്തിയാൽ ഒരു സംശയം വേണ്ട, വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഇത്രയും സീറ്റ് ലഭിച്ചത്. അല്ല, 2021 അദ്ദേഹം ഈ പദവി ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയാം. 21 സീറ്റുള്ള കോൺഗ്രസ്, 21 സീറ്റുള്ള കോൺഗ്രസ് എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ വലിയ തർക്കങ്ങൾ, അതിനു മുമ്പുള്ള ഗവൺമെന്റിനെതിരായ പോരാട്ടം ശക്തമായിരുന്നില്ല, അതുകൊണ്ട് പ്രതിപക്ഷ നേതാസ്ഥാനം മാറുന്നു. യഥാർത്ഥത്തിൽ ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ തോറ്റത്, മറ്റു പല സാഹചര്യം, കോവിഡ് അടക്കമുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന അർത്ഥത്തിൽ ചെന്നിത്തലയ്ക്കും താല്പര്യം മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു ഘട്ടത്തിലാണ് സതീശനിൽ വരുന്നത്. ഞാൻ സതീശനിൽ കാണുന്ന ഒരു പ്രധാന മാറ്റം, കോൺഗ്രസിൽ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യാസമായി ഒരു പുതിയ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സതീശന് കഴിയുന്നുണ്ടെന്നുള്ളത്. പരമ്പരാഗത കോൺഗ്രസിന്റെ ചട്ടക്കൂട് നിന്നുകൊണ്ട് ഗ്രൂപ്പ് കളിച്ച് അവരെ കൂട്ടി ഇവരെ കൂട്ടി അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കൂട്ടി നിൽക്കുന്നതിന് പകരം ഒരു പുതിയ ജനറേഷന്റെ ലാംഗ്വേജ് സതീശനുണ്ട്. ഇപ്പൊ ചെന്നിത്തലയ്ക്കില്ല, ഈവൻ കെ.സി വേണുഗോപാലിന് ആർക്കും ഇല്ല. ഉമ്മൻചാണ്ടിയൊക്കെ പിടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജനകീയത കൊണ്ടാണ്. ഒരു യുവനിരയെ സതീശൻ വളർത്തിക്കൊണ്ടുവന്നു. പാർട്ടിയിൽ ഒരു യുവനിര വന്നു. ഞാൻ കാണുന്നത് 1970-കളുടെ ഒരു ഘട്ടത്തിലാണ്. 67-ൽ EMS മന്ത്രിസഭ വരുന്നു, സപ്തകക്ഷി മുന്നണി. കോൺഗ്രസ് തകർന്നടിയുന്നു. 9 സീറ്റാണ് കേരള നിയമസഭയിൽ കോൺഗ്രസിനുള്ളത്, കരുണാകരൻ ലീഡറായി വന്നിട്ട്. അതിനുശേഷമുള്ള ഒരു കാലത്ത് 70-കൾ മുതൽ പിന്നെ അച്യുതമേനോന്റെ മന്ത്രിസഭ വരുന്നു. ആ കാലത്താണ് യൂത്ത് കോൺഗ്രസ് ഏറ്റവും ശക്തമായി വന്നത്. ഇന്നുള്ള മിക്കവാറും എല്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും, ആന്റണിയും വയലാർ അതിന് മുമ്പുണ്ട്, പക്ഷെ ഉമ്മൻചാണ്ടി അടക്കം സുധീരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും വരുന്നു. കോൺഗ്രസിന്റെ ഒരു പുതുയുഗ കാലം വരും. അർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നു. അങ്ങനെ കോൺഗ്രസ് പുനർജനിക്കുന്നു. 2001, 2006 വരെ അത് നിലനിൽക്കുന്നു. അത് കഴിയുമ്പോഴേക്കും കോൺഗ്രസിലെ വൃദ്ധ നേതൃത്വങ്ങളായി ആന്റണി, ഉമ്മൻചാണ്ടി, ആന്റണി, കരുണാകരൻ, ആ രീതിയിലുള്ള ഇക്വേഷനിലേക്ക് കോൺഗ്രസ് തകരുകയാണ്. ഒരു യൂത്തിനൊരു പ്രാതിനിധ്യം ഇല്ലാതെ വരും. അത് കഴിഞ്ഞ് വീണ്ടും 25 കൊല്ലം കഴിയുമ്പോൾ, ഇതൊരു സൈക്കിളാന്ന് എനിക്ക് തോന്നുന്നത്, 25 കൊല്ലം കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു 5 കൊല്ലം കേരളത്തിലെ വളർന്നു വന്ന മൊത്തം യുവ നേതാക്കൾ എടുക്കുക, എല്ലാ പാർട്ടിയിലും. ഞാൻ ഉറപ്പായി പറയുന്നു, കോൺഗ്രസിൽ വന്നത്ര ഒരു പാർട്ടിയിലും വന്നിട്ടില്ല. CPM ആണ് എപ്പോഴും യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന പാർട്ടി എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 30 വർഷമായി SFI മാത്രമേ ഇവിടുത്തെ ക്യാമ്പസിൽ ജയിച്ചിട്ടുള്ളൂ. എന്നിട്ടും അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യമില്ല. എന്തുകൊണ്ട് യൂത്ത് നേതാക്കൾ വരുന്നില്ല? ഇപ്പൊ നിങ്ങൾ ചാനൽ ചർച്ച അടക്കം പരിശോധിച്ചാൽ CPM നിന്ന് വരുന്ന ചാനൽ അവതാരകരും കോൺഗ്രസ് വരുന്ന അവതാരകരും തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തിയാൽ സിമ്പിളാണ്. അതുപോലും ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയകളിലൊന്ന് ചാനലാണ്. കോൺഗ്രസിൽ നിന്ന് വരുന്ന നേതാക്കൾ ഒരു പരിധി വരെ ഇംപ്രസീവാണ്. പഴയ പോലെ എല്ലാവരും കുറെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ, ഒരു ഇലക്ഷൻ ജയിക്കോ തോൽക്കോ എന്നൊക്കെ വേറെ പ്രശ്നം, നിരവധി ആളുകൾ ആ അർത്ഥത്തിൽ യൂത്ത് എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലീഡർമാരിൽ ഒരാളാണ്, ഒരു സംശയമുണ്ട്. ഒരുപക്ഷെ മന്ത്രി തന്നെയാണ്. വളരെ വളരെ പവർഫുൾ ലീഡറാണ്. അയാൾക്ക് നല്ല അയാൾ ഈ വേണ്ടാതീനം ചെയ്തത് അത് വേറെ, ഞാൻ ആ അർത്ഥത്തിലല്ല കാണുന്നത്. ഒരു പാലക്കാട് ഇലക്ഷൻ ആയാലും ഇപ്പൊ ഷാഫി പോലെ, അല്ലെങ്കിൽ ഇപ്പൊ അബിൻ വർക്കി ആലപ്പുഴയിൽ വിപ്ലവമാണ് സൃഷ്ടിച്ചേക്കുന്നത്, ആറന്മുളയിൽ. അപ്പോ
അതുപോലെ കുറെ മറ്റു യുവ നേതാക്കൾ ആരൊക്കെയായിരിക്കും? ഈ ഷാഫി പറമ്പിൽ, അല്ല, ബാക്കി പല മണ്ഡലങ്ങളിലും ഇപ്പൊ യുവ നേതാക്കളുണ്ടല്ലോ. യുവം എന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും കൊട്ടേഷനിൽ യൂത്ത് അല്ലെങ്കിൽ ഇപ്പോ ധർമ്മടത്ത് മുഖ്യമന്ത്രി ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ കണ്ണൂർ മത്സരിക്കുന്നില്ല റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള നേതാക്കൾ. ഞാൻ പറഞ്ഞത് ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷെ സംഘടനാപരമായിട്ട് യൂത്ത് കോൺഗ്രസ് ഒരുപാട് ശോഷിച്ചോ? അല്ല, സംഘടന ഇപ്പോഴാണ് കുറച്ച് മെച്ചപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന് സമരം ഉണ്ടാവുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷതായതുകൊണ്ടാവും കേട്ടോ. ഇപ്പൊ DYFI സമരം നിർത്തിയപ്പോ ആരെങ്കിലും തുടങ്ങണമല്ലോ. KSU ഒക്കെ പല ക്യാമ്പസുകളിലും തിരിച്ചു വന്ന അങ്ങനെയല്ലേ. പല യൂണിവേഴ്സിറ്റി യൂണിയനും ക്യാമ്പസ് KSU തിരിച്ചു പിടിച്ച എങ്ങനെയാ. അപ്പൊ അതിപ്പോ അതിലൊക്കെ നേതാക്കൾ ഇപ്പൊ OJ ജനീഷ് മത്സരിക്കുന്നു, അഭിജിത്ത് നാദാപുരത്ത് മത്സരിക്കുന്നു. വലിയ ത്രെറ്റാണ് LDFന് അവരൊക്കെ ഉയർത്തിയിട്ടുള്ളത്. മറുവശത്ത് പഴയ MLA-മാരെ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും തവണ തുടരാൻ തീരുമാനിക്കുക വഴി CPM പഴയ കോൺഗ്രസിന്റെ സ്ഥിതിയിലെത്തി. എന്നുവെച്ചാൽ മാറ്റാൻ പറ്റാത്ത സ്ഥിതി വന്നു. കോൺഗ്രസിന് മാറ്റാൻ പറ്റും, പക്ഷെ CPM-ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് സതീശന്റെ ഒരു ക്വാളിറ്റി ഈ കമ്മ്യൂണിക്കേഷനാണ്. യൂത്തിനെ കൊണ്ടുവരിക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൂടെ നിർത്തുക. ഇപ്പൊ തന്നെ ഒരു പ്രകടനത്തിൽ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു സാധനം കേരളത്തിൽ പറയുന്ന ഒരേ രാഷ്ട്രീയ നേതാവ് സതീശൻ മാത്രമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അപ്പൊ വയനാട് ഫണ്ടുമായിട്ട് അല്ല, അത് ഞാൻ പറയാം, അത് വരാം. ഒരു കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടിക്കകത്ത് ഒരാൾക്ക് ചെയ്യാവുന്നതിന് വലിയ പരിമിതിയുണ്ട്. പിണറായി വിജയന് CPM-ലുള്ള സ്വാധീനം ഇല്ല, സതീശന് കോൺഗ്രസിൽ. അവർക്ക് അഖിലേന്ത്യാ നേതൃത്വമുണ്ട്, മറ്റേ നേതൃത്വമുണ്ട്, ഇതൊക്കെ ഉണ്ട്. കുറെ ആളുകൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ വയനാട് ഫണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, വയനാട് ഫണ്ട് അവർക്ക് സമയം കൊടുക്ക്. ഞാനിപ്പോഴും പറയുന്നു, സർക്കാർ 700 കോടി രൂപ പിരിച്ചിട്ട്, പക്ഷെ 2 വർഷമായി അല്ലേ, സർക്കാർ 700 കോടി രൂപ പിരിച്ചിട്ട് നമ്മുടെ പൈസ പിരിച്ചിട്ട് എത്ര കൊല്ലായി? ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ കയറി താമസിക്കുന്നുണ്ടോ? 180ഓളം വീട് പണിതല്ലേ ഉള്ളൂ. ഇത് പണിതിട്ട് പോലും അല്ല, ഇത് അവർക്ക് പാർട്ടി പിരിച്ചതല്ലേ. ഇത് പണിതിട്ട് പോലും ഇല്ല. അല്ലാതെ ഇപ്പൊ നേരെ മറിച്ച് മുസ്ലിം ലീഗ് സ്വന്തമായി പിരിച്ച് 51 വീട് കൊടുത്ത് 51 വീട്ടിൽ ആള് താമസിക്കുന്നുണ്ട്. ഞാനവിടെ പോയതാ. സർക്കാർ 700 കോടി രൂപ തീർച്ചയായിട്ടും ഉണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു സംഘടനയാണ്. കോൺഗ്രസിന് ഞാൻ അതിന്റെ അഡ്വാൻറ്റേജ് കൊടുക്കുക. എന്താ കാര്യം വെച്ചാൽ അവരിഞ്ഞി നാളെ ചെയ്താൽ അത്രയും പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അവരിപ്പോ ഒരു കണക്ക് വിട്ടിട്ടുണ്ട്. കണക്കിന്റെ കാര്യമൊക്കെ നമുക്ക്, നമ്മുടെ അവിടെ ഒന്നിനും കണക്കില്ലല്ലോ. പക്ഷേ രക്തസാക്ഷി ഫണ്ട് മുതൽ മറ്റേ കരുവന്നൂർ ബാങ്ക് മുതൽ പലരും ചോദിക്കുന്നത് അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എന്താ പറ്റാണ്ട്? കാരണം ഇത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഏരിയ കേന്ദ്രീകരിച്ച് മാത്രമുള്ളതാണ്. അല്ല, ഒരു ഏരിയ തന്നെയാണ്. ഇത് വയനാടാണ്. ഞാനിപ്പോ ആ തർക്കത്തിലല്ല. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണക്ക് പിടിക്കണം. ഇവിടെ ഭരിക്കുന്നവരായിരുന്നില്ലേ ഇവര്? ഈ ഇലക്ഷന്റെ തലേദിവസമല്ലോ കണക്ക് ചോദിക്കണ്ടേ? 2 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കല്ലേ CPM. ആ കണക്ക് എപ്പോഴേ ചോദിക്കണം? ഇലക്ഷൻ മുമ്പ് ചോദിക്കണ്ടേ? നിങ്ങൾ എന്താ ഈ ഇലക്ഷന്റെ തലേദിവസം വന്ന് ഈ വയനാടിന്റെ കണക്ക് ചോദിക്കണമെങ്കിൽ കഥയില്ല. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ്, അല്ല, അത്രേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായി അവസാനം. അതാണ് പ്രശ്നം പറ്റി. ഇപ്പൊ ശബരിമല പോലെയല്ല. അല്ലെങ്കിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല. സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഇതുവരെ കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ശരിയല്ല, കൊടുത്ത കണക്ക് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ആ തർക്കത്തിൽ തർക്കമല്ല അതിൽ വേണ്ടത്. ഇങ്ങനെ നമ്മൾ തർക്കിച്ചാലും കാര്യമില്ല. നമ്മളിപ്പോ വന്ന വിഷയത്തിലേക്ക് സതീശനിലേക്ക് വന്നാൽ ഒരു പുതിയ ഒരു എവല്യൂഷൻ സതീശൻ കൊടുത്തിട്ടുണ്ട്. അത് ഇംപ്രസീവ് ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 90-100 സീറ്റ് കിട്ടണം. മന്ത്രിസഭയിലേക്ക് ഒരുപാട് യുവ നേതാക്കൾ വരാം. അല്ലാതെ അപ്പൊ ഇത് അതാണ്. ഇനിയല്ല, ഒരു 75-85 താഴെയാണ് സീറ്റെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കാൻഡിഡേറ്റ് രമേശ് ചെന്നിത്തല. കാരണം എന്താ വെച്ചാൽ അതൊരു മാനിപ്പുലേറ്ററാണ്. ഒരു മാനിപ്പുലേഷൻ അവിടെ ആവശ്യം വരും. ഇപ്പൊ കരുണാകരൻ കേരളത്തിൽ മന്ത്രിസഭ കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. എന്ത് ഗംഭീരമായിട്ട് അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിരുന്ന ആരെയൊക്കെ ഈ പറഞ്ഞ മാതിരി മാനയും പുലിയും കടുവയും പൂച്ചയും ഒരു കൂട്ടിലിട്ടിട്ട് കൊണ്ടുവന്നിട്ടില്ലേ? NDP, SRP, മുസ്ലിം ലീഗ്, മറ്റവരെ മറിച്ചവരെ എല്ലാവരും കൊണ്ടുവരണം. അപ്പൊ അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ ഇവിടെ വേണ്ടി വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടി ക്രൈസിസ് മാനേജർ, അങ്ങനെ ഒരു സാധനം വേണ്ടി വരികയാണെങ്കിൽ സതീശനേക്കാൾ ചിലപ്പോൾ ചെന്നിത്തലയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ആ അർത്ഥത്തിൽ കുറച്ചുകൂടി മാനിപ്പുലേറ്റ് ചെയ്യാൻ സമുദായ സംഘടനകളുമായിട്ടുള്ള ബന്ധം, മറ്റേ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ ഐഡിയ ആവില്ല കോൺഗ്രസിന് എപ്പോൾ ഉണ്ടാവുക. പുതിയ ഐഡിയ ആവില്ല. ഇനി KCയുടെ ഒരു ചാൻസ് നമ്മൾ ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ രംഗത്ത് KC മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയേ അല്ല. അദ്ദേഹം വടം വലിക്കുന്നുണ്ടോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവ് കേരള മുഖ്യമന്ത്രി ആവണ്ടെന്ന് ആലോചിക്കണേ? ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ. ഏറ്റവും ചെറിയ നേതാവിനോട് ചോദിക്കും, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കും, കേരള മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്കൊള്ളാം, പിന്നെ കിട്ടിയ ചാൻസ് ഉണ്ടെങ്കിൽ നോക്കും എന്ന് പറയും. ഏത് പാർട്ടിയിൽ? സുധാകരന്റെ പിന്തുണ ആർക്കാണ്? സുധാകരന്റെ പിന്തുണ ഇപ്പൊ അത്ര പ്രസക്തമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, പല നേതാക്കളും പറയുന്നു, മാത്യു കുഴൽനാടൻ അടക്കം പറയുന്നു, MLA ആകാത്ത ആളും മുഖ്യമന്ത്രി ആകാം. അല്ല, അതൊക്കെ ആയിട്ടുണ്ടല്ലോ. അല്ല, അതായിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് KC ആണ്. ഞാൻ അങ്ങനെ കാണുന്നില്ല. എനിക്ക് ഒന്നാമതുണ്ടല്ലോ,
ഞാൻ ഈ മീഡിയ ഗോസിപ്പിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. കാരണം മീഡിയ ഗോസിപ്പ് വെച്ച് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ. ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ അവരോട് ഹൈക്കമാൻഡ് പറഞ്ഞ് ഭൂരിപക്ഷം കിട്ടി നിയമസഭാ കക്ഷിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും തീരുമാനമനുസരിച്ച് കോൺഗ്രസ് എന്നും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ CPM-നോട് മുഖ്യമന്ത്രി ആരാവെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പിണറായി വിജയൻ തന്നെയാണ്. പറയില്ലല്ലോ. പിണറായി വിജയൻ പറയൂ. ഇപ്പോ പിണറായി വിജയൻ എന്താണ് മനോരമയിൽ ജോണി ലൂക്കോസിന് കൊടുത്ത മറുപടി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് പാർട്ടി തീരുമാനിക്കും. അങ്ങനെ തന്നെയാണ് ഇത് ശരി. ഇനിയിപ്പോ ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കട്ടെ, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് ഇപ്പൊ ചോദിച്ചാലോ? UDF ജയിച്ചു, പ്രതിപക്ഷ നേതാവ് ആരാ? അതിലൊരു സ്ഥാനം വേണമല്ലോ. ആരായിരിക്കും? പിണറായി വിജയനാവും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഇല്ല, ഒരിക്കലും. ഞാൻ പറയും പിണറായി വിജയൻ ജയിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ ഇലക്ഷൻ ജയിച്ചിരിക്കും. യാതൊരു സംശയവും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമുള്ളൂ. പിണറായി വിജയനാവെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആരാവെന്ന് പറയാൻ പറ്റും? അതിനൊരു കാര്യം കൂടി ഉണ്ട്, ആരൊക്കെ ജയിക്കുന്നുള്ളൂ നോക്കണം. നമ്മളൊരാളുടെ പേര് പറഞ്ഞാൽ അയാൾ ജയിക്കണ്ടേ? ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ തോറ്റുപോയാൽ പേര് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ആരാവും എന്നുള്ള തർക്കം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫാക്ടറിനെ ആശ്രയിച്ചാണ് ഇരിക്കണം. കേരളം ഒരു വലിയ മാറ്റത്തിനാണ് കേരളം വോട്ട് ചെയ്യുന്നതെങ്കിൽ സതീശൻ തന്നെയായിരിക്കും. അങ്ങനെ സതീശനെ മാറ്റാൻ വലിയ പാടാണ്. ഒരു 100 സീറ്റിന്റെ അടുത്ത് വന്നാൽ സതീശനെ മാറ്റുക എന്നുള്ളത് സിമ്പിൾ ആയിരിക്കില്ല. അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയും. കാരണം അത്തരത്തിലുള്ള ഒരു മാർജിൻ സതീശനെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. ചലഞ്ച് ചെയ്ത് ഞാൻ വനവാസത്തിന് പോകും, ഭരണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഞാൻ പറഞ്ഞേ അതൊക്കെ ആളുകൾ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നാട്ടുകാർ വോട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ ഗ്രൂപ്പ് കളിച്ചിരുന്ന കേരളത്തിലെ കോൺഗ്രസ്, ആ ഗ്രൂപ്പിന് ഒരു ഏതാണ്ട് നാനായിതായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റി. ഇപ്പോഴും അവിടെ എവിടെയൊക്കെ ചില ഗ്രൂപ്പ് ഉണ്ടെങ്കിലും. പക്ഷെ അതിന് പകരമായി ഈ കോൺഗ്രസ് ഇനി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കും. ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ലീഡർഷിപ്പിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ചേഞ്ചാണ്. അതിന് മുമ്പുള്ള നേതാക്കളിൽ നിന്ന് വളരെ കൃത്യമായ ഒരു ചേഞ്ചാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ സതീശൻ കൊണ്ടുവരുന്നത്. അത് വിജയിച്ചാൽ കോൺഗ്രസിന് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പുതിയ കാലത്തെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിന് ആവശ്യമാണ്. ഏത് പാർട്ടിയായാലും, CPM ആയാലും വേണം, കോൺഗ്രസ് ആയാലും വേണം, BJP ആയാലും പോലും വേണം. കാരണം കേരളം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. പാരിസ്ഥിതികമായി, സാമൂഹ്യമായി ഡിസാസ്റ്റർ പ്രോണായ ഒരു സ്ഥലമാണ് കേരളം. ഈ മുണ്ടക്കൈ ചൂരൽമലയൊന്നും മാത്രം അവിടെ ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഇത് കേരളത്തിൽ എവിടെ ഉണ്ടാവാം. കേരളത്തിൽ എപ്പോഴും വലിയൊരു ഡ്രൗട്ട് വരാം. ഇത്തവണ മഴ കുറവാന്നാ വരാൻ പോണേ. കേരളത്തിൽ വെള്ളക്ഷാമം നമ്മൾ പ്രളയ പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളൂ, വരൾച്ചയും ചൂടും പ്രശ്നമായി വരുന്നുള്ളൂ. ഇപ്പോ ഇത് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു നേതാവ് കേരളത്തിന്റെ